പ്രാർത്ഥനയുടെ നിറവിൽ ശിവക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക് ഏറുകയാണ്. ശിവരാത്രി പൂജകൾക്ക് എത്തുന്നവരുടെ സൗകര്യങ്ങൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ എങ്ങനെയാണ് തിരുനക്കര ക്ഷേത്രത്തിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങൾ? തിരുനക്കര ക്ഷേത്ര മൈതാനം വളരെ അക്ഷരാർത്ഥത്തിൽ ഭക്തിസാന്ദ്രമാണ്. പ്രണവ മന്ത്രങ്ങളാലും അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രങ്ങളാലും നിറഞ്ഞിരിക്കുകയാണ്. ഒപ്പം ഒരേ സമയം തന്നെ അവിടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളെല്ലാം അരങ്ങേറിയിരിക്കുന്നു. ഇത്തരത്തിൽ ശിവരാത്രി ദിനാഘോഷത്തെ, ശിവരാത്രി വ്രതത്തെ അത്യധികം ഭക്തിസാന്ദ്രമായി തന്നെ ഓരോ ഭക്തരും കൊണ്ടാടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ തിരുനക്കര ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭക്തരെല്ലാം തന്നെ വിവിധ ആരാധനാ ക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വിവിധ ചടങ്ങുകളുടെ ഭാഗമായി ഭക്തജനങ്ങൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ബൃഹത്തായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ തിരുനക്കര ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. കളഭാഭിഷേകത്തോടു കൂടി, നിർമ്മാല്യത്തിന് ശേഷം കളഭാഭിഷേകത്തോട് കൂടി തുടരുകയും പിന്നീട് ചതുശയവും അതുപോലെ തന്നെ വൈകിട്ട് ചുറ്റുവിളക്കും പിന്നെ നാമജപ പ്രദക്ഷിണവും എല്ലാമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പ്രധാനമായും ഈ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തിരുനക്കര ശ്രീ മഹാദേവന്റെ സ്വയംഭൂ ദർശനമായിരുന്നു എന്നുള്ളതാണ്. അതായത് സ്വയംഭൂ വിഗ്രഹത്തിന്റെ ഒരു ദർശനം ഇന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്നതാണ്. അത് ഇന്ന് 7 മണി മുതൽ 9 മണി വരെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏതാണ്ട് 9 കൂടി ആ സ്വയംഭൂ ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് TC ഗണേശാണ് നമ്മോടൊപ്പം ചേരുന്നത്. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ വൈക്കം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഇന്നിപ്പോൾ തിരുനക്കര ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കുന്നത്. കോട്ടയത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ രീതിയിൽ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് എന്തൊക്കെയായിരുന്നു തിരുനക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയായിരുന്നു? ഇനി എന്തൊക്കെയാണ് ഭക്തജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം? തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നിർമ്മാല്യ ദർശനത്തോടുകൂടി തുടങ്ങിയ ശിവരാത്രി ആഘോഷങ്ങളിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടിരിക്കുന്നത്. രാവിലെ തന്നെ നാമജപ പ്രദക്ഷിണത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. തിരുനക്കര ക്ഷേത്രത്തിന്റെ പ്രത്യേകത, എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് വളരെ വലിയ രീതിയിൽ ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട്. സ്വയംഭൂവായ ശിവലിംഗം പ്രതിഷ്ഠാ സങ്കല്പമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. എന്ന് മാത്രമല്ല, ശിവൻ പത്നിയോടും പ്രിയപുത്രന്മാരോടും കൂടി ഇരിക്കുന്നു എന്നൊരു സങ്കല്പം കൂടി തിരുനക്കരയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ തിരുനക്കരയിൽ 3 കാര്യങ്ങൾ ശിവരാത്രി ദിവസം വളരെ പ്രസക്തമാണ്. ഒന്ന്, രാവിലെ നിർമ്മാല്യ ദർശനത്തോടുകൂടി തുടങ്ങുന്ന നാമജപ പ്രദക്ഷിണം പുലർച്ചെ രാവിലെ 1 മണി വരെ വിളക്ക് എഴുന്നള്ളിപ്പ് വരെ തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത, ദീപാരാധനയോടുകൂടി സ്വയംഭൂ ദർശനമുണ്ട് എന്നുള്ളതാണ്. ഈ സ്വയംഭൂ ദർശനം വർഷത്തിൽ ഒരിക്കൽ മാത്രം 2 മണിക്കൂർ സമയത്തേക്ക് ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതാണ്. അതിനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇനിയിപ്പോൾ ശിവേലി കഴിഞ്ഞ് ഇനി 12 മണിയോടുകൂടി കൃതധാര, അതും വളരെ അത്യപൂർവമായ ചടങ്ങാണ്. ഏകദേശം 100 ലിറ്റർ നെയ്യ് ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ്. അതിനുശേഷം 1 മണിയോടുകൂടി വിളക്കോടുകൂടി ശിവരാത്രിയുടെ താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പരിവസാനിക്കും. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര സങ്കേതത്തിൽ ശിവരാത്രിയുമായിട്ട് അനുബന്ധപ്പെട്ട ധാരാളം കലാപരിപാടികൾ ഇവിടെ ഈ ഉപദേശക സമിതി ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. തിരുനക്കരയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നവീകരണ പ്രവർത്തനം ആയ ബലിക്കൽ പുരയുടെ പുനർനിർമ്മാണമാണ് നടന്നത്. നമുക്കിവിടെ കാണാവുന്നതാണ്. ബലിക്കൽ പുരയുടെ നിർമ്മാണം ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. അന്തലാളം, നവകണ്ഠം തുടങ്ങിയ വളരെ സങ്കീർണമായ അവയവങ്ങളുടെ ദാരുശില്പങ്ങളുടെ പണിയും കൂടി കഴിഞ്ഞാൽ ഏകദേശം ജൂൺ മാസത്തോടുകൂടി ഇത് പൂർണ്ണമായും മഹാദേവന് സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഉപദേശക സമിതി കരുതുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ ആഘോഷങ്ങൾ തന്നെയാണ് തിരുനക്കര ക്ഷേത്രത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഒരു ഇത്തരത്തിൽ ശിവരാത്രി വ്രതം നോക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്ത്
ചടങ്ങുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് നേരം പുലർന്നത് മുതൽ ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെയാണ്. ഈ ദിനം മുഴുവൻ ഈ ക്ഷേത്രത്തിൽ കഴിച്ചുകൂടുന്ന ഭക്തജനങ്ങളുണ്ട് ഇവിടെ. അത്തരത്തിൽ വലിയ രീതിയിൽ സങ്കീർണമായിട്ടുള്ള അതുപോലെ തന്നെ വൈവിധ്യമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ശിവക്ഷേത്രങ്ങളെല്ലാം തന്നെ അതിവിദഗ്ധമായി മനോഹരമായി തന്നെ ഇത്തരത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഭക്തിഗാനമേളയും കൂടി അതിമനോഹരമായി തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ കോട്ടയത്ത് നിന്ന് രാവിലെ ക്ഷേത്രത്തിന്റെ നിർമ്മാല്യ ദർശനത്തിന് ശേഷമുള്ള ശ്രീവേലി എത്തിച്ചത് വൈക്കം ശിവക്ഷേത്രത്തിൽ നിന്നായിരുന്നു. അതിനുശേഷം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ശ്രീവേലിയുടെ ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇന്നിപ്പോൾ അവസാനമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് തിരുനക്കര ക്ഷേത്രത്തിലാണ്. തിരുനക്കര ക്ഷേത്രത്തിലും ഇത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള ചടങ്ങുകളിൽ ഭക്തിപുരസം പങ്കെടുക്കുകയാണ് ജനലക്ഷങ്ങൾ.